ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഫേഷ്യൽ വീട്ടിൽ തന്നെ ചെയ്താലോ. ഇത് ന്യൂട്രിഗ്ലോയുടെ വൈൻ്റെ ഫേഷ്യൽ കിറ്റാണ് വരുന്നത്. ഇതിനകത്ത് 6 സ്റ്റെപ്പാണ് ടോട്ടൽ വരുന്നത്. ഫസ്റ്റ് വരുന്നത് ക്ലെൻസർ ആണ്. അതിനായിട്ട് ഇന്ന് ഞാൻ ഇരയാക്കിയേക്കുന്ന ചേച്ചിനെയാണ്. ഫസ്റ്റ് നമ്മൾ ക്ലെൻസറൊക്കെ ഇട്ട് അതിനുശേഷം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. അതിനുശേഷം വരുന്നത് എക്സ്ഫോലിയേറ്റിംഗ് സ്ക്രബാണ്. സ്ക്രബ് ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഇട്ട് ഉരയ്ക്കരുത്. അതായത് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യണം. കാരണം പോഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓപ്പൺ പോഴ്സൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രബ് ഇടുന്ന സമയത്ത്, അത് അല്ലാതെയാണെങ്കിൽ നമ്മൾ ഫേസിൽ സ്ക്രബ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓപ്പൺ പോഴ്സ് ആണെങ്കിൽ വലുതായി ഇങ്ങനെ തുറന്നു വരും. അപ്പോൾ ഒരുപാട് ഇട്ട് ഉരയ്ക്കരുത്, ജെൻറ്റിലായിട്ട് തന്നെ മസാജ് ചെയ്യുക. അത് ഏകദേശം നമുക്കൊരു 5 to 10 മിനിറ്റ്സ് ഒക്കെ മസാജ് ചെയ്യാമേ. അത് നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റെപ്പ് 3 എന്ന് പറയുന്ന ഒരു നറിഷിങ് ജെൽ അതിനകത്തുണ്ട്. ആ ജെല്ല് വെച്ചിട്ട് ഫേഷ്യലിനകത്ത് അറിയാമല്ലോ, മെയിനായിട്ട് മസാജിങ് തന്നെയാണ് വരുന്നത്. എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും അറിയത്തില്ല, ചെറുതായിട്ട് മസാജ് ചെയ്യാൻ അറിയാം. സെൽഫായിട്ട് എൻ്റെ ഫേസിൽ ഇങ്ങനത്തെ എക്സസൈസൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ ആ ജെല്ല് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസിലെ ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടും. അപ്പം തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ വരുവേ. അങ്ങനെയാണ് നമുക്ക് ഫേഷ്യൽ കഴിയുമ്പോഴത്തേനും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ വരത്തില്ലേ, അത് വരുന്നത്. അപ്പോൾ ആ ജെല്ല് ഇട്ടിട്ട് കുറച്ച് നേരം നന്നായിട്ട് മസാജ് ചെയ്യുക. നമ്മുടെ ലൈറ്റ് ഒന്ന് മിന്നി കളിക്കുന്നുണ്ട് കേട്ടോ, നമ്മളത് വാഷ് ബേസിൻ്റെ അടുത്തിരുന്ന് എടുക്കുന്നതുകൊണ്ടാണ്. അടുത്ത് വരുന്ന ഒരു വൈറ്റനിങ് ക്രീമാണ്. ഈ ക്രീം കുറച്ചെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ലെയർ ചെയ്ത്, അത് ഒരുപാട് അപ്ലൈ ചെയ്യല്, തിൻ ലെയർ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് വെക്കുക. അതിനുശേഷം നന്നായിട്ട് അത് മസാജ് ചെയ്ത് സ്കിന്നിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്ന വരെ നന്നായിട്ട് മസാജ് ചെയ്യുക. വേണ്ട, അത് ഒരുപാട് നേരം എടുക്കും. നമ്മളത് നന്നായിട്ട് മസാജ് ചെയ്ത് ഇത് കഴുകിക്കളയല്ല ചെയ്യുന്നത്, സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവുന്ന വരെ നന്നായിട്ട് മസാജ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ഫേസ് പാക്ക് ഇടുക എന്നുള്ളതാണ്. അതിനായിട്ട് ക്രീം എടുത്ത് നമ്മൾ ഫേസിൽ ഒത്തിരി കട്ടിക്ക് അപ്ലൈ ചെയ്യല്ല, തിന്നായിട്ടുള്ളൊരു ലെയർ അപ്ലൈ ചെയ്തിട്ട് ഫുള്ളായിട്ട് ഉണങ്ങാൻ വേണ്ടി നിൽക്കരുത്. സെമി ആയിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കിനും, നമ്മൾ ഇടയ്ക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, സെമി ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കിനും അത് നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിൽ സെറം അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് ഫേസിലെ വെള്ളമെല്ലാം വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സെറം കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കഴിഞ്ഞു. ഇത് ഈസി സ്റ്റെപ്പാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ പ്രോഡക്റ്റ്സ്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈസിയാണ്. അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മസാജ് ചെയ്ത് തരാനൊക്കെ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിറ്റ് ഭയങ്കര യൂസ്ഫുൾ ആണ്. അത്യാവശ്യം നല്ല റിസൾട്ടായിരുന്നു കേട്ടോ ഇത് യൂസ് ചെയ്തപ്പോൾ കിട്ടിയത്.